ഏതൊരു വ്യക്തിക്കും അവരവരുടെ കർമ്മം കൊണ്ട് ഭഗവാനെ അർപ്പിച്ചാൽ സിദ്ധി പ്രാപിക്കുമെന്ന് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് പ്രജ എന്ന വാക്കിന് സകല മനുഷ്യരും എന്ന് തന്നെയാണ് അർത്ഥം പറയേണ്ടത്. ഗീതാ സിദ്ധാന്തങ്ങൾ യാതൊരു ഉച്ചനീച ഭേദവും കൂടാതെ മനുഷ്യവർഗത്തെ മുഴുവനും ഉൾക്കൊള്ളിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീതയുടെ മേന്മയും അത് തന്നെയാണ്. ഫലസംഗം കൂടാത്ത ഏതൊരു കർമ്മവും യജ്ഞം തന്നെയാണ്. പക്ഷേ സത്യസ്വരൂപം വ്യക്തമായി അറിഞ്ഞിട്ട് കർമ്മങ്ങളെ മുഴുവൻ യജ്ഞരൂപമാക്കി മാറ്റാൻ എല്ലാവർക്കും പെട്ടെന്ന് സാധിക്കുകയില്ല. സൃഷ്ടിയുടെ ആരംഭത്തിൽ കർമ്മങ്ങളെ യജ്ഞരൂപമാക്കി മാറ്റി സത്യത്തോടടുപ്പിക്കാനുള്ള ഉപായങ്ങളും പ്രജാപതി നിർദ്ദേശിച്ചു. ആ ഉപായങ്ങളാണ് ദേവതാ സങ്കല്പങ്ങളും ദേവന്മാരെ ഉപാസിക്കാനുള്ള യജ്ഞങ്ങളും. കർമ്മകാണ്ഡ വേദഭാഗത്തിൽ യജ്ഞങ്ങൾക്ക് ഫലനിർദ്ദേശമില്ല എന്ന് ആരും പറയുന്നില്ല. വ്യക്തമായ ഫലനിർദ്ദേശമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ യജ്ഞം ചെയ്യുന്നയാൾ ഫലസംഗം പുലർത്തി അതിൽ പെട്ടുപോകരുത് എന്നാണ് ഗീത നിർദ്ദേശിക്കുന്നത്. അതായത് മനോബുദ്ധികൾ അതിൽ കുഴങ്ങരുത് എന്നാണ്. ഫലത്തിന് വേണ്ടി തന്നെയാണ് യജ്ഞദേവന്മാരെ നിർദ്ദേശിച്ചിരിക്കുന്നത്.